ഇപ്പോൾ നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്ന ഡോക്ടർ തോമസ് കുട്ടി സാമ്പത്തിക വിദഗ്ധനാണ്. അദ്ദേഹം പ്രൊഫസർ അക്കാഡമിക് അഡ്വൈസറാണ് മാർ ഗ്രിഗോറിയസ് കോളേജ് ഓഫ് ലോയിലെ. ഡോക്ടർ തോമസ് കുട്ടി എങ്ങനെ കാണുന്നു ബഡ്ജറ്റ് വിലയിരുത്തുന്നു ഈ ബഡ്ജറ്റിനെ? ഇടത്തരക്കാരെ, അതായത് ഡൽഹി തെരഞ്ഞെടുപ്പ് ലാക്കാക്കിയുള്ള ബഡ്ജറ്റാണെന്നും അതോടൊപ്പം തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള പ്രഖ്യാപനങ്ങളുമാണ് ഇതിലുള്ളതെന്നാണ് പ്രധാനമായും ആക്ഷേപം വരുന്നത്. ഇത് വളരെ വിശദമായിട്ട് നമ്മൾ പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. കാരണം ബഡ്ജറ്റിന് ഒരു പവിത്രത എന്നൊരു കാര്യമുണ്ട്. ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിനൊരു ധാർമ്മികതയുണ്ട്. ഈ രണ്ട് കാര്യങ്ങളിൽ ഈ ബഡ്ജറ്റ് പരാജയമാണെന്ന് പറയേണ്ടി വരുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. കാരണം ബഡ്ജറ്റ് ഇന്ത്യക്ക് മുഴുവനായിട്ടുള്ള ബഡ്ജറ്റായിട്ടാണ് അവതരിപ്പിക്കേണ്ടത്. ആ തരത്തിൽ വരുമ്പോൾ ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങളെ ആവർത്തിച്ചെടുത്ത് പറയും. ഒരു പ്രത്യേക സാഹചര്യം നിലനിൽക്കുമ്പോൾ അങ്ങനത്തെ സംസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞാൽ അപാകതയില്ല. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വിമർശനം ശരിയാണ്. കാരണം ബീഹാർ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അതിൻ്റെ പ്രത്യേകത ആകെ ഉള്ളത് അവർക്ക് ഉടനെ തന്നെ തെരഞ്ഞെടുപ്പ് വരുന്നു എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ ചർച്ചയിലേക്കല്ല ഞാനീ പോകുന്നത്. അപ്പോൾ ബഡ്ജറ്റ് ഇന്ത്യക്ക് മൊത്തമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ തലേ ദിവസം അവതരിപ്പിച്ച എക്കണോമിക് സർവേ അടിസ്ഥാനമാക്കി ആയിരിക്കണം ബഡ്ജറ്റ് വരേണ്ടതെന്നുള്ളതാണ് നിലവിലുള്ള ഒരു ധാരണ. പക്ഷേ എക്കണോമിക് സർവേ വളരെ യാഥാർത്ഥ്യബോധത്തോടുകൂടി ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും സാഹചര്യത്തെക്കുറിച്ചും അവലോകനം ചെയ്തെങ്കിൽ ബഡ്ജറ്റ് ഇതുമായിട്ട് വലിയ ബന്ധമില്ലാത്ത രീതിയിലാണ് അവതരിപ്പിച്ചതെന്ന് പറയേണ്ടി വരുന്നുണ്ട്. കാരണം ഗ്രോത്ത് റേറ്റ്, വളർച്ചാ നിരക്ക് നമ്മൾ 6.3 മുതൽ 6.8 വരെ ആയിരിക്കുമെന്നാണ് പറഞ്ഞത്. 7% താഴെയുള്ള വളർച്ചാ നിരക്ക് ഒരിക്കലും ആശ്വാസമായിട്ടുള്ളതല്ല. തീർച്ചയായിട്ടും ഗൗരവമായ നടപടികളിലൂടെ ഈ ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം, GDP വളർത്തണമെന്നുള്ളതാണ്. പക്ഷേ ബഡ്ജറ്റിൽ അങ്ങനെയുള്ള ഒരു പ്രഖ്യാപനവും കണ്ടില്ല. അതുപോലെ തന്നെ പണപ്പെരുപ്പത്തെക്കുറിച്ച്, ഇൻഫ്ലേഷനെ കുറിച്ച് കണക്കാക്കുന്നത് 5.2 എന്ന് പറയുന്നത് അതൊന്നും അത്ര നല്ല സൂചനകളല്ല. അപ്പോൾ അങ്ങനെയുള്ള മേഖലകളിലൊന്നും പോകാതെ പെട്ടെന്ന് ജനങ്ങളുടെ ശ്രദ്ധ കിട്ടുന്നത് അവിടെയാണ് ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം വരുന്നത്. കാരണം ഇൻകം ടാക്സിൻ്റെ പ്രയോജനം കിട്ടുന്ന ആളുകൾ, യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇൻകം ടാക്സ് അടയ്ക്കുന്ന ആളുകൾ, പണമായിട്ട് അടയ്ക്കുന്ന ആളുകൾ 3% താഴെ വരത്തുള്ളൂ. ഈ ഇൻകം ടാക്സ് അസസീസ് ആണ് 6% നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ 3% ആളുകൾക്ക് പ്രയോജനം കിട്ടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് വളരെ കൂടുതൽ ചർച്ചയ്ക്ക് വഴി തുറന്നുകൊണ്ട് അതൊരു കൃത്യമായ PR വർക്കാണ്. കാരണം ഇപ്പോൾ എല്ലാവരുടെയും ഫോക്കസ് എന്ന് പറയുന്നത് വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് വളരെ നല്ല ഒരു വ്യത്യാസം വരുത്തിയിരിക്കുന്നല്ലോ. ഇത് നല്ലതാണ്. അപ്പോൾ ഈ ബഡ്ജറ്റ് പോപ്പുലിസ്റ്റിക് ആകും. പലപ്പോഴും ചർച്ചയിൽ പങ്കെടുക്കുകയും അഭിപ്രായം പറയുന്ന ആളുകൾ, ഇതിൻ്റെ ഗുണഭോക്താക്കൾ അല്ലാത്തവർ പോലും പറയും ഇത് വളരെ നല്ലൊരു ബഡ്ജറ്റാണ്. കാരണം ഇൻകം ടാക്സ് കുറെ കൂടെ റാഷണലൈസ് ചെയ്ത് പണ്ടുതൊട്ടേ നമ്മൾ പറയുന്നതാണ് ഇന്ത്യയിൽ ഇൻകം ടാക്സിൻ്റെ ഘടന ശരിയല്ല. കാരണം അധ്വാനിക്കുന്നവരെ അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ വരുന്ന ആളുകളെ നിരുത്സാഹപ്പെടുന്നതാണെന്നൊക്കെ ഉണ്ട്. ബഡ്ജറ്റ് നോക്കുമ്പോൾ ഇപ്പോൾ ഇടത്തരക്കാരെ കൂടുതൽ ഊന്നൽ നൽകിയെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. പക്ഷെ വാങ്ങൽ ശേഷി കുറഞ്ഞു വരുന്നു എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്. അത് കാരണം തന്നെയാണ് ഈ പ്രൊഡക്ഷനും കുറയുന്നു എന്നുള്ള കാര്യവും ഈ ബഡ്ജറ്റ് മുമ്പ് തന്നെ കൃത്യമായി തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തതാണ്. ഞാൻ ശ്രീ വിനയേന്ദ്രനായിട്ടൊരു വിവാദത്തിലേക്ക് പോകാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അത് ഞങ്ങളുടെ രണ്ടിൻ്റെ ലക്ഷ്യമല്ല. പക്ഷേ ബഡ്ജറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം പരാമർശിച്ച ആരോഗ്യമേഖലയൊക്കെ ഉള്ളപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒന്ന്, കോവിഡ് കഴിഞ്ഞുള്ള ഒരു സാഹചര്യമാണ്. കോവിഡുമായിട്ട് ബന്ധപ്പെട്ട കുറേ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ രാജ്യത്തുണ്ടാകുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഒരു കാര്യവും ബഡ്ജറ്റിൽ പറയുന്നില്ല. ഇപ്പോൾ ക്യാൻസർ പേഷ്യൻസിനോട് പരിഗണന കാണിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് എത്ര പേർക്ക് ഇതിൻ്റെ പ്രയോജനം കിട്ടുമെന്നുള്ളതാണ്. നമ്മുടെ ആരോഗ്യ മേഖല പൊതുവേ, അത് കേരളമായാലും ഇതര സംസ്ഥാനങ്ങളായാലും ഇന്ന് വളരെ പരിതാപകരമായ ഒരവസ്ഥയിലാണ്. അത് കോർപ്പറേറ്റൈസേഷൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. സ്വകാര്യ മേഖലയുടെ പിടിയിലാണ്. കച്ചവട താല്പര്യത്തോടുകൂടി ആരോഗ്യ മേഖലയിൽ വൻപന്മാർ പിടിമുറുക്കിയിട്ടുണ്ട്. വലിയ ദുരന്തത്തിലേക്ക് രാജ്യം പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്ത്യയുടെ ആരോഗ്യ മേഖലയുടെ സുസ്ഥിതി എന്ന് പറയുന്നത് നമ്മുടെ പ്രൈമറി ഹെൽത്ത് കെയർ ആണ്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണ്. അതൊക്കെ അവഗണിക്കപ്പെട്ടൊരു നിലയിലാണ് ഇന്ന് കിടക്കുന്നത്. അപ്പോൾ ഈ ക്യാൻസർ രോഗികളോട് കാണിച്ച പരിഗണനയെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ അഭിനന്ദിക്കുമ്പോഴും മറ്റു കാര്യങ്ങളുണ്ട്. ഞാൻ ഒന്ന് സൂചിപ്പിച്ചു, കോവിഡ് വന്നു. കോവിഡാനന്തര ആരോഗ്യ മേഖലയെക്കുറിച്ച് ഒരു കാര്യം ബഡ്ജറ്റിൽ പറഞ്ഞു. ഇനിയും ഡീറ്റെയിൽഡ് ഡിസ്കഷൻ്റെ അകത്ത് അത് വരുമോ ഇല്ലോ എന്നുള്ളത് എനിക്കുറിച്ച് അറിയത്തില്ല. രണ്ട്, നമ്മൾ ഓർക്കേണ്ടത് ലോകത്തെങ്ങും ഇല്ലാത്തവണ്ണം കർഷകരും ഇടത്തരക്കാരും ആത്മഹത്യ ചെയ്യുന്ന രാജ്യമാണ് നമ്മുടേത്. ഞാൻ എണ്ണം ബോധപൂർവം പറയുന്നില്ല, നമ്മളെ ഭയപ്പെടുന്ന എണ്ണമാണോ. ഓരോ വർഷവും കർഷകർ ആത്മഹത്യ ചെയ്യുന്നു. അത് വെറുതെ മറ്റു കാര്യങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവർ എല്ലാ സ്ഥലങ്ങളും. പക്ഷേ കടബാധ്യത മൂലം ആത്മഹത്യ ചെയ്യുന്ന കർഷകരുടെ എണ്ണം കൂടുന്നുണ്ട്. കർഷകൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നതിൻ്റെ കാരണം അവൻ്റെ ഉൽപ്പന്നത്തിന് കമ്പോളത്തിൽ വിലയില്ല. ഈ യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചേ ഒക്കത്തുള്ളൂ. നമ്മൾ ഈ പൊതു ഇടങ്ങളിൽ ഇറങ്ങുമ്പോൾ, ഞാനൊരു ഗവേഷണ വിദ്യാർത്ഥിയുടെ ആയതുകൊണ്ട് കമ്പോളത്തെ പഠിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം, ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് വില കിട്ടാനുള്ളൊരു സംവിധാനം നമുക്കിന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഇറക്കുമതി
പുതിയ നയമൊക്കെ വന്നതോടുകൂടി പല സാധനം കാർഷിക വസ്തുക്കൾ വിദേശത്തു നിന്ന് വരുന്നതാണ് നമ്മുടെ കമ്പോളത്തിലായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കർഷകന് അവൻ്റെ കടം വീട്ടാൻ നിവൃത്തിയില്ല, ഋണബാധ്യത മൂലം കർഷകൻ ആത്മഹത്യ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ മാൾ സംസ്കാരം വന്നതിൻ്റെ ഭാഗമായിട്ട് ചെറുകിട കച്ചവടക്കാർ അവരുടെ ജീവിതം ദുരിതത്തിലായിരിക്കുകയാണ്. ഇങ്ങനെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട്. ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്തേ ഒക്കത്തുള്ളൂ. രണ്ട്, ഈ മധ്യവർഗ്ഗക്കാർ അല്ലെങ്കിൽ ഇടത്തരക്കാരെ പരിഗണിച്ചു എന്ന് പറയുന്നതിനെക്കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും നല്ലതാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം പാവപ്പെട്ടവർക്ക് അർഹമായത് കൊടുക്കരുത് എന്നുള്ളതല്ല. അതിനെക്കുറിച്ച് പരാമർശനം ഒന്നും ബഡ്ജറ്റിലില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കാര്യങ്ങളൂടെ പരിഗണിക്കുമ്പോഴാണ് നമ്മൾ ബഡ്ജറ്റിനെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ബഡ്ജറ്റ് പറയുമ്പോൾ രാജ്യത്തിന് മുഴുവനും, ഞാൻ ഒരു കാലത്തൊക്കെ ഉള്ള ബഡ്ജറ്റ് കൊച്ചു കാര്യങ്ങളെപ്പോലും ശ്രദ്ധ കൊടുക്കേണ്ടതാണ് ബഡ്ജറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചൊരു പരാമർശനം വന്നു. ഞാൻ ഓർക്കുക, 500 കോടി രൂപ മാത്രമാണ് AI വേണ്ടി ഇട്ടിരിക്കുന്നത്. വളരെ തുച്ഛമായൊരു തുകയാണ്. ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് വലിയ സാധ്യതയും വലിയ വെല്ലുവിളി. ഞാൻ ആവർത്തിക്കുകയാണ്, അത് വലിയ സാധ്യതയാണ്, വലിയ വെല്ലുവിളിയാണ്. കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നതോടുകൂടി തൊഴിൽ നഷ്ടപ്പെടാൻ പോകുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയിൽ വലിയ മാറ്റം വരാൻ പോകുന്നുണ്ട്. അതനുസരിച്ച് വ്യവസായങ്ങളും ഉൽപ്പാദന മേഖലകളും അവരുടെ ടെക്നോളജി ക്രമീകരിക്കുന്നില്ലെങ്കിൽ വലിയ ദുരന്തം. അപ്പോൾ ഇതിനൊരു 500 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ടോക്കൺ എന്നുള്ള നിലയിൽ നമുക്ക് പറയാം. കാരണം ബഡ്ജറ്റിലൊക്കെ അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്, ടോക്കൺ പ്രൊവിഷൻ എന്ന്. ആ തരത്തിലാണെങ്കിൽ അപകടമല്ല. പക്ഷെ അല്ലെങ്കിൽ ഈ 500 കോടി രൂപ എന്നുള്ളതിനെക്കുറിച്ച് ഈ ബഡ്ജറ്റിൽ AI-യെക്കുറിച്ച് വലിയ പരാമർശനം ഒന്നുമില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു കഴിഞ്ഞു, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ബഡ്ജറ്റ് ഒന്നും തന്നെ പറയുന്നില്ല. ഞാൻ സാന്ദർഭികമായിട്ട് ഒന്നുകൂടെ സൂചിപ്പിക്കട്ടെ, ഈ ജലമിഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ ചിരി വന്നു. കാരണം എല്ലാ ബഡ്ജറ്റിലും ഇങ്ങനെ ജലമിഷൻ വരുന്നുണ്ട്. അത് ഈ ഗവൺമെൻറ് അല്ല, മുൻ ഗവൺമെൻറ്റുകളൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ മനുഷ്യർക്കും കുടിവെള്ളം കിട്ടേണ്ടതാണ്. എന്നിട്ട് പറയുന്നത് ഇനിയും ബാക്കിയുണ്ടെന്ന്. അപ്പോൾ ഇത് എവിടെയാണ് പോകുന്നത്? അപ്പോൾ ഒരു പ്രശ്നം പ്രഖ്യാപനവും യാഥാർത്ഥ്യവും തമ്മിൽ പൊരുത്തപ്പെടാതെ പോകുന്നു. അത് ഈ ബഡ്ജറ്റിനെ കുറിച്ച് മാത്രമല്ല ഞാൻ ഈ പറയുന്നത്, എല്ലാ ബഡ്ജറ്റുകളിലും സംഭവിക്കുന്നതാണ്. നമ്മൾ പലപ്പോഴും പ്രഖ്യാപനമുള്ളൂ. ഒരു ചെറിയൊരു ഉദാഹരണം കൂടെ പറയാം. 2022 ബഡ്ജറ്റിലെ ഗവൺമെൻറ് പറഞ്ഞു 400 വന്ദേ ഭാരത് ട്രെയിനുകൾ കേരളത്തിൽ ഓടിക്കുമെന്ന്. പക്ഷേ ഇപ്പോൾ എൻ്റെ അറിവനുസരിച്ച് 61 ട്രെയിനേ ഓടുന്നുള്ളൂ. പക്ഷേ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ച് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത ബഡ്ജറ്റിൽ അതിനെക്കുറിച്ചൊന്നും പരാമർശിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഈ മീഡിയ അറ്റൻഷൻ കിട്ടുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ബഡ്ജറ്റ് അതിൽ തന്നെ നല്ലതാണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല.